അങ്ങനെ നമ്മളെ ലോക്കിയാണ് ലോകേഷ് കനകരാജ് ഡയറക്ഷൻ വിട്ടിരിക്കുകയാണെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഇപ്പോൾ ഒരു ആക്ടിങ്ങിലോട്ട് കിടക്കുകയെന്ന് തോന്നുന്നു. പുള്ളിയുടെ ഇഷ്ടമാണ്, ഞാൻ എന്താ നിങ്ങളൊന്നും പറയുന്നില്ല. മേ ബി ഹി വിൽ കം ബാക്ക് വിത്ത് ഓർ സ്വിച്ച് ഓൺ, ഒരു പുതിയ സിനിമ പുള്ളി സ്വിച്ച് ഓൺ ചെയ്യുന്ന പ്രതീക്ഷിക്കാം. ഡി സി എന്നാണ് പുതിയ സിനിമയുടെ, ഡി സി സ്റ്റുഡിയോസ് അല്ല, ഇത് ഡി സി ആണ്, വേറെ ഡി സി. ക്യാരക്ടറിൻ്റെ പേരാണ്, ഞാൻ പേര് ദേവദാസ് എന്ന് തോന്നുന്നു ഇതിൻ്റെ ഒരു ടൈറ്റിൽ ടീസർ വന്നിട്ട്, ക്യാരക്ടർ ടീസർ ഡി സി എന്ന സിനിമയുടെ. വാമിക ഗബ്ബി ഉണ്ട് നമ്മുടെ ഗോദല നടി. നമുക്കെന്നും അവരുടെ ഭയങ്കര ആ പുള്ളിക്കാരത്തിയാണ് നമുക്ക് ഓർമ്മ വരുള്ളൂ വാമിക ഗബ്ബി കാണുമ്പോൾ. പിന്നെ ലോകേഷ് കനകരാജാണ് ലീഡ് റോൾ, അനിരുദ്ധിൻ്റെ മ്യൂസിക്. ഏറ്റവും എക്സൈറ്റിംഗ് ഫാക്ടർ അരുൺ മതീശ്വരൻ ആണ് ഇതിൻ്റെ ഡയറക്ഷൻ. ക്യാപ്റ്റൻ മില്ലർ, സാനിക് കായിര, റോക്കി, കിടില പടങ്ങൾ പുള്ളി എടുത്തേക്കുന്നത്. പുള്ളിയുടെ സിനിമകളൊക്കെ ഭയങ്കര റോ ആയിരിക്കും സിനിമ. ആക്ഷൻ സീക്വൻസ്, പിന്നെ ടോർച്ചർ സീൻ ഇഷ്ടംപോലെ ഉണ്ടാവും. പ്രത്യേകിച്ച് സാനിക് കായികമൊക്കെ എടുത്ത് കണ്ടു നോക്കി എനിക്ക് മനസ്സിലാവും. അതുപോലത്തെ ഒരു പടമാണത്. ട്രെയിലർ കണ്ടു സംസാരിക്കുക. സൺ പിക്ചേഴ്സാണ്. കോപ്പറേറ്റ് ഒന്നും കിട്ടാതിരിക്കട്ടെ എന്ന് ആശംസിക്കുന്നു, സ്വയം ആശംസിക്കുന്നു. സ്വയം ട്രെയിലർ കണ്ടുവച്ചാൽ മനസ്സിലാക്കാം. 3 മിനിറ്റ് ഉണ്ട്, കോപ്പറേറ്റ് കിട്ടില്ലേ. സൺ പിക്ചേഴ്സ്. കാക്കാൻ പറ്റും. Evilest Lord Body Savior, Lokesh Kanagaraj, Devas. ബൈ ദ വേ പുള്ളി പല പടങ്ങളിലും മറ്റേ ക്യാമിയോ ഒക്കെ ആയിട്ട് വന്നിട്ടുണ്ട്. പക്ഷേ ഫസ്റ്റ് ടൈമാണ് ഒരു ലീഡ് റോളിൽ പുള്ളി ഒരു സിനിമയിൽ വരല്ലേ. അതാണ് ഈ സിനിമ. വായിച്ചു. உன்னை எங்கேயாவது போன்னு சொன்னல. எனக்கு எங்க போறதுன்னு தெரியல. ஏன் கல்கட்டாக்கு போய் உங்க அப்பா அம்மா பார்க்கணும்னு தோணல? அவங்கதான். நீ எங்க போற? தெரியல. உலகம் ரொம்ப பெருசு. நீ போலீஸ கொல்லுவ, டாக்டரை கொல்லுவா, கொல்லுவா. അരുൺ മതീശ്വരൻ ആണ് ഡയറക്ടർ. റൊമാൻറ്റിക് ആക്ഷനോ അങ്ങനത്തെ ഒരു ജോണറെന്ന് തോന്നുന്നു. മറ്റേ ദേവദാസ് ഇല്ലേ ഷാറൂഖ് ഖാൻ്റെ, എനിക്കൊന്ന് അത് ദേവ്ഡി ഇറങ്ങിയിട്ടുണ്ട്, മറ്റേ എൻ്റെ കഷേപ് ഇറക്കിയിരുന്നു. അത് വേറെ വർഷം. ഇത് അരുൺ മതീശ്വരൻ്റെ ഒരു സാധനം തോന്നുന്നു. അതാണ് ചന്ദ്രടാ. வா, உன்னை எங்க சேஃபா விட்டு போறேன். ദേവരാജ്, ഓ DC, രണ്ടുപേരും പേരാണ്. ഓക്കെ.
DC കൊള്ളാം. ലോകേഷ് കനരാജിൻ്റെ അടിയും വെടിയും പുകയും അതാണിപ്പോൾ കണ്ടത്. സംഭവം ലോകേഷ് കനരാജ് അറിയാലോ, ഒരു ആക്ഷൻ ഡയറക്ടറാണ് പുള്ളി. അങ്ങനെ പറയാൻ കാരണം പുള്ളി എടുത്തിരിക്കുന്ന സിനിമയൊക്കെ ഒരു ആക്ഷൻ വരുന്നൊരു ജോണറാണ് പുള്ളി കൂടുതലും ഇതുവരെ ചെയ്തിരിക്കുന്നത്. ഇപ്പോൾ ഈ മാനഗരമായാലും വിക്രമായാലും മാസ്റ്റർ ആയാലും എല്ലാത്തിലും ഒരു ആക്ഷൻ സംഭവം വരുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ അകത്ത് പുള്ളി ഒരു അങ്ങനത്തെ ഡയറക്ടർ കൊളാബറേറ്റിംഗ് വിത്ത് അനദർ ഡയറക്ടർ ഹൂ ഡയറക്ട്സ് ആക്ഷൻ ഫിലിംസ്, അത് ഭയങ്കര ഒരു കൊളാബറേഷൻ ആണെന്ന് എനിക്ക് പറയാനുള്ളത്. ഒരു പ്രോട്ടൈം ബീഫ് എന്നൊക്കെ പറയുന്ന കിട്ടില്ല കോമ്പിനേഷൻ. അരുൺ മത്തീശ്വരൻ ഡയറക്ടിങ്, ലോകേഷ് കനകരാജ്. സംഭവം കൊള്ളാം. അരുൺ മത്തീശ്വരൻ്റെ ഒരു സിനിമകൾ കണ്ടവർക്ക് അറിയാം, ഭയങ്കര വയലൻസ് ആയിരിക്കും. എന്ത് വേണമെങ്കിൽ പ്രതീക്ഷിക്കാം, വെട്ടുകൊല എന്ത് വരെ സാധനം വേണമെങ്കിൽ പ്രതീക്ഷിക്കാം. സാനിക്കായുധം എന്ന സിനിമ കണ്ടിട്ടുള്ളവർക്ക് അറിയാം, അടിപൊളി സിനിമ. കീർത്തി സുരേഷ്, സെൽവരാഘവനുള്ള സിനിമ. പിന്നെ റോക്കി, മറ്റേ വസന്ത് രവി ജയിലറിൽ രജനികാന്തിൻ്റെ മകൻ അഭിനയിച്ച സിനിമ. പിന്നെ ഒരു സിനിമ ഞാൻ കണ്ടിട്ടില്ല, ക്യാപ്റ്റൻ മില്ലർ. അത് ഞാൻ കാണാത്തൊരു സിനിമയാണ്, പറയാൻ പറ്റില്ല, അതിനെക്കുറിച്ച് അഭിപ്രായം പറയാൻ പറ്റില്ല. അത് നല്ല, അത് കണ്ടു നോക്കണം. ആൻഡ് ലോകേഷ്, അതാ ഞാൻ പറഞ്ഞേ, ലോകേഷ് കനരാജിൻ്റെ അങ്ങനത്തെ ഡയറക്ടർ വെച്ചിട്ട് ഒരു ലീഡ് റോൾ പ്രൊട്ടാഗണിസ്റ്റ് ആയിട്ട് പൊതുവെ ഡയറക്ടേഴ്സും ആക്ടേഴ്സും വരുമ്പോൾ ഇപ്പോഴും അത് ശരിക്കും ഒരു സാധനമുണ്ട്. ഡയറക്ടർ ആക്ടർ ആകുമ്പോൾ ഉള്ള ഒരു സാധനം. പിന്നെ ലോകേഷിനെ പിന്നെ അറിയാലോ, പുള്ളി ഉണ്ടാക്കിയ ക്യാരക്ടേഴ്സൊക്കെ അജാതി ക്യാരക്ടേഴ്സാണ്. അപ്പം അങ്ങനെ ഒരു ഡയറക്ടർ ഇപ്പോൾ ഒരു സിനിമ വരുന്നു. പിന്നെ വാമിക ഗബി ഈസ് ഓൾസോ ലുക്കിംഗ് ഗുഡ് ഇൻ അനദർ അറ്റയർ. പിന്നെ ഇതിൻ്റെ അതർ സൈഡ്സ് നോക്കുമ്പോൾ ആരാണ്, അനിരുദ്ധാണ് മ്യൂസിക് ചെയ്തിരിക്കുന്നത്. സോങ്സ് അനിരുദ്ധാണ്, സാൻസ് അനിരുദ്ധ് ഫ്ലൈവർ അടിക്കുന്നുണ്ട്. ക്രിയേറ്റീവ് സൈഡ് റിട്ടേൺ DOP മുകേഷ് GK പ്രസന്റ് എഡിറ്റിംഗ്. അതാണ് കാണാണ്ട്. കണ്ണൻസ് PC സ്റ്റംസ് അടിപൊളിയായിട്ട് ബ്രൂട്ടനാണ് സാധനം. അരുൺ മത്തീശ്വരൻ്റെ സിനിമയാണ്, അതുകൊണ്ട് ഇതെല്ലാം നിങ്ങൾ പ്രതീക്ഷിക്കണം. ബ്രൂട്ടാലിറ്റിയൊക്കെ ചിലപ്പോൾ വീട്ടുകൊല എന്ത് വേണമെങ്കിൽ പ്രതീക്ഷിക്കണം. DC ദേവദാസ് ചന്ദ്ര, അതാണ് ഇത് തോന്നുന്നത് ഇതിൻ്റെ. അത് തന്നെ വേറെ ഒന്നുമില്ല. കമ്മിങ് സൂൺ. നമ്മൾ റെഡിലാണ്, റെഡ് ബ്ലാക്ക് ഒരു ടോണിലാണ് ടൈറ്റിൽ കാണിക്കുന്നത്. ചില ഷോട്ടുകളൊക്കെ ഇതിൻ്റെ അകത്ത് അടിപൊളിയായിട്ടുണ്ട്. പിന്നെ കൈയൊക്കെ ഇങ്ങനെ വെട്ടിയിടെയാണ് അതാണ് ഞാൻ പറഞ്ഞത്, പുള്ളിക്കാരുടെ സിനിമ കണ്ടാൽ എനിക്ക് മനസ്സിലാവും. അപ്പം ആ രീതിയിൽ ആണ് ഇതിനെ സമീപിക്കാൻ. പുള്ളിയുടെ സിനിമ എപ്പോഴും വാർണിംഗ് കാർഡ് കൊടുക്കുന്നുണ്ട്. അതായത് ഇത് ഇങ്ങനത്തെ സിനിമയാണ്, അത് കാണാൻ പറ്റുന്നവർക്ക് മാത്രം കണ്ടാൽ മതി, ആ രീതിയിലൊരു വാർണിംഗ് കാർഡ്. ഇതിന് അങ്ങനെ ട്രെയിലറിൽ തന്നെ നമുക്കത് കാണിച്ചിട്ടുണ്ട്. എന്തായാലും ലോകേഷിൻ്റെ ഫസ്റ്റ് സാധനം തന്നെ, ഫസ്റ്റ് ഇത് പൊളിക്കുന്നതായിട്ടാണ് എനിക്കും പറയാനുള്ളത്. ഓക്കെ, പുള്ളി ഒരു ബ്രേക്ക് ഒക്കെ എടുത്തേക്കാണ് ലോക്കി. എന്തായാലും സിനിമയിലേക്ക് തിരിച്ചു വരട്ടെ എന്നാണ് ഞാൻ ആഗ്രഹിക്കുന്നത്. സിനിമയിൽ ആ വഴിക്ക് അഭിനയിക്കണം, അത് പുള്ളിയുടെ ഇഷ്ടമാണ്. പക്ഷേ ആ വഴിക്ക് അങ്ങ് പോകരുത്. LCO ഒക്കെ ചെയ്തിട്ട് ലൈക്ക് പുള്ളിയുടെ ഇഷ്ടമാണ്. പഠിച്ചില്ല, നമ്മളൊക്കെ ഒരു ആഗ്രഹം ഉണ്ടാവില്ല. ട്രെയിലർ കണ്ടവരാണെങ്കിൽ നിങ്ങളുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ താഴെ കമൻറ്റ് ചെയ്യാം. ഓക്കെ, ബൈ.